നമസ്കാരം. ADM നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയാണെങ്കിലും ഒരർത്ഥത്തിൽ അത് മാനസികമായ ഒരു കൊലപാതകമായിരുന്നു. നവീൻ ബാബുവിനെ മാനസികമായി തകർക്കണം എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ദിവ്യ അവിടെ എത്തിയത്. പക്ഷേ കൊല്ലം സമ്മേളനത്തിൽ ദിവ്യയെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് പാർട്ടി നേതാക്കൾ ഒന്നടക്കം എത്തിയിരിക്കുകയാണ്. എങ്കിലും ഈ കേസ് പാർട്ടിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. ഇതിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനും നവീൻ ബാബുവിനും നീതി കിട്ടുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. നീതി കിട്ടണമെങ്കിൽ CBI തന്നെ വരണം. PP ദിവ്യയുടെ ഗൂഢാലോചന അവിടെ നടന്നു എങ്കിലും കണ്ണൂർ കളക്ടറും ഇതിൽ പ്രതി തന്നെയാണ്. അതായത് ഈ കേസ് CBI അന്വേഷിച്ചാൽ PP ദിവ്യ ഒന്നാം പ്രതിയും കണ്ണൂർ കളക്ടർ രണ്ടാം പ്രതിയുമാകും. അത് ഉറപ്പാണ്. മഞ്ജുഷ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ കോടതി ചിലപ്പോൾ CBI അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നവീൻ ബാബുവിൻ്റെ യാത്രയപ്പിന് തൊട്ടു മുമ്പ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യയുടെ ഫോണിൽ നിന്നും 4 തവണ കളക്ടറെ വിളിച്ചിട്ടുണ്ടെന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണത്തിൽ തെളിയുന്നത് വൻ ഗൂഢാലോചന തന്നെയാണ്. ചടങ്ങ് തുടങ്ങിയോ എന്നറിയാൻ ദിവ്യയുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് കളക്ടറുടെ CA വിളിച്ചെന്നാണ് റിപ്പോർട്ട്. കളക്ടറും ദിവ്യയെ കൈവിട്ടുവെന്നാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. എല്ലാ പ്രശ്നത്തിനും ഉത്തരവാദി ദിവ്യയാണെന്നാണ് കളക്ടർ മൊഴി നൽകിയിരിക്കുന്നത്. മറ്റൊരു പരിപാടി ആയതിനാൽ വൈകിയാലും ചടങ്ങിനെത്തുമെന്ന് 3:15 ദിവ്യ കളക്ടറെ വിളിച്ചറിയിച്ചു. അപ്പോഴവരെ താൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് കളക്ടർ മൊഴി നൽകിയത്. നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയെന്ന് പോലീസ് പറയുന്നു. കൊലപാതകമെന്ന് വിശ്വസിക്കുകയാണ് കുടുംബം. ഏതായാലും നവീൻ ബാബു എന്ന പച്ചയായ മനുഷ്യനെ മരണത്തിന് എറിഞ്ഞുകൊടുത്തത് ആസൂത്രണമായ ഒരു നീക്കത്തിന്റെ ഫലമാണെന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തു വന്ന റിപ്പോർട്ട്. വഴിയെ പോകുന്നതിടെയാണ് യാത്രയപ്പ് ചടങ്ങ് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായതെന്നും അങ്ങനെയാണ് ദിവ്യ ആ ചടങ്ങിൽ കയറിയതെന്നും അങ്ങനെ നടന്ന ഒരു പ്രസംഗമാണെന്നൊക്കെയാണ് ദിവ്യ മൊഴി നൽകിയത്. പക്ഷേ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. കളക്ടറോ കളക്ടറേറ്റിലെ ഏതെങ്കിലും ഒരു ജീവനക്കാരനോ ദിവ്യയെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിന് തെളിവൊന്നുമില്ല. യാത്രയപ്പ് ഒരു അനൗദ്യോഗികമായ ഒരു ചടങ്ങായതിനാൽ ജീവനക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയപ്പെട്ടെന്ന് മാത്രമാണ് സ്റ്റാഫ് സെക്രട്ടറിയുടെ മൊഴി. ഇതും ദിവ്യയെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്നതാണ്. അതായത് നവീൻ ബാബുവിനെ അപമാനിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ചിലരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നതാണ് സൂചന. കളക്ടറും നവീൻ ബാബുവുമായി നല്ല ബന്ധത്തിലായിരുന്നില്ല. കാരണം അവധി നൽകുന്നതിൽ അടക്കം പ്രശ്നങ്ങളുണ്ടായി. അതായത് കളക്ടറും നവീൻ ബാബുവും തമ്മിൽ വലിയൊരു പ്രശ്നം, ഈ അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടായി. ഇത് ADMന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് മൊഴിയായി നൽകി. പത്തനംതിട്ടയിലെ സ്ഥലമാറ്റം വൈകിപ്പിക്കാനും ശ്രമമുണ്ടായി എന്ന് CA പറയുന്നു. യാത്രയപ്പ് ദിവസം രാവിലെ 10:45 ജില്ലാ ആസൂത്രണ ഓഫീസിൽ നടന്ന ഐക്യദാർഢ്യ പക്ഷാചരണ ചടങ്ങിൽ കളക്ടറും ദിവ്യയും പങ്കെടുത്തിരുന്നു. പെട്രോൾ പമ്പിനുള്ള NOC നവീൻ ബാബു ബോധപൂർവ്വം വൈകിപ്പിക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് കളക്ടറോട് ദിവ്യ പറയുന്നു. രേഖാമൂലം പരാതിയോ തെളിവോ ഉണ്ടെങ്കിൽ നൽകാൻ കളക്ടർ പറഞ്ഞു. കൈവശം തെളിവില്ലെന്നും പരാതിക്കാരനോട് ചോദിക്കട്ടെ എന്നും ദിവ്യ കളക്ടറോട് പറയുകയാണ്. ചടങ്ങിലെത്തിയ ദിവ്യ ആദ്യം സംസാരിക്കാൻ വിസമ്മതിച്ചു. ഇത് ദിവ്യയുടെ ഒരു പ്ലാൻ ആയിരുന്നു. പിന്നീട് ഉപഹാര സമർപ്പണത്തിന് തൊട്ടു മുമ്പ് മൈക്ക് ഓണാക്കി ദിവ്യ പ്രസംഗിച്ചു. ആരും ക്ഷണിക്കാതെ തന്നെ ദിവ്യ നേരെ മൈക്ക് ഇരുന്ന അടുത്തേക്ക് പോകുന്നു, ദിവ്യ പ്രസംഗിക്കുന്നു. അതിനുശേഷം ഉടൻ സ്ഥലം വിടുകയും ചെയ്തു. അവരുടെ വാക്കുകൾ കേട്ട് നവീൻ ബാബു ആകെ വിഷമത്തിലായി. അവിടെ സാക്ഷിയായിട്ട് ജീവനക്കാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പരിപാടി ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടതും വീഡിയോ കൈപ്പറ്റിയതും ദിവ്യയാണെന്ന് സ്വകാര്യ ചാനൽ പ്രതിനിധികളും മൊഴി നൽകി കഴിഞ്ഞു. നവീൻ ബാബുവിന്റെ മരണം അന്വേഷിച്ച പോലീസ് സംഘം കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. സംഭവത്തെക്കുറിച്ച് പരിശോധിക്കാൻ നിയോഗിച്ച ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് ദിവ്യയ്ക്ക് അക്ഷരാർത്ഥത്തിൽ കനത്ത പ്രഹരം തന്നെയാണ്. നവീൻ ബാബുവിനെ അപമാനിക്കാൻ മുൻകൂട്ടി തീരുമാനിച്ച ദിവ്യ യാത്രയപ്പ് ചടങ്ങിന് ക്ഷണമില്ലാതെ എത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീതയുടെ റിപ്പോർട്ടിൽ ദിവ്യക്കെതിരെയുള്ള മൊഴികളടക്കം പരാമർശിക്കുന്നുണ്ട്. യാത്രയപ്പ് ചടങ്ങിലേക്ക് യാദൃശ്ചികമായി ദിവ്യ വന്നതാണ് എന്ന വാദം തള്ളുന്നതാണ് ഈ മൊഴികൾ. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല. പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതിൽ കാലതാമസം വരുത്തിയതായി കണ്ടെത്താനായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചടങ്ങിന്റെ വീഡിയോ ചിത്രീകരിക്കുന്നതിന് മുൻകൈയെടുത്തത് ദിവ്യയാണെന്നും മൊഴിയിലുണ്ട്. ചടങ്ങിന് മുമ്പ് ദിവ്യയുടെ സഹായി 4 വട്ടം കളക്ടറുടെ സ്റ്റാഫിനെ വിളിച്ചു. പരിപാടി ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടതും വീഡിയോ കൈപ്പറ്റിയതും ദിവ്യയാണെന്ന് കണ്ണൂർ വിഷനിലെ പ്രതിനിധികൾ മൊഴി നൽകിയിട്ടുണ്ട്. വീഡിയോ പകർത്തിയ ആളുമായി യോഗത്തിന് ശേഷം ദിവ്യ സംസാരിച്ചു എന്നും ഇവർ മൊഴി നൽകി. ദിവ്യയെ യാത്രയപ്പ് യോഗത്തിന് ക്ഷണിച്ചതിന് തെളിവില്ല എന്ന് അന്വേഷണ റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നുണ്ട്. ദൃശ്യങ്ങളിൽ നിന്നും നവീൻ ബാബുവിന് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും വ്യക്തമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അതായത്
ദിവ്യയെ ഒന്ന് കുറ്റക്കാരിയാണ് എന്ന് ചെറുതായി ഒന്ന് പരാമർശിച്ചുകൊണ്ട് പിണറായി സർക്കാരിൻ്റെ പോലീസ് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ഇടിവെട്ട് പോലെ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. അതിൽ PP ദിവ്യ ഒന്നാം പ്രതിയാണ്. ദിവ്യയാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിന് പ്രധാന കാരണക്കാരി, പ്രധാന കുറ്റക്കാരി എന്ന് അടിവരയിട്ട് ഓരോ ലൈനും ആ റിപ്പോർട്ടിൽ, ലാൻഡ് റവന്യൂ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. കൂടാതെ അവിടുത്തെ കണ്ണൂർ കളക്ടർ വെറും ഒരു കളക്ടർ എന്ന പദവി, അതായത് കളക്ടർ എന്ന പദവി എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞുകൂടാതെ ദിവ്യ പറയുന്ന താളത്തിനകത്ത് തുള്ളിക്കളിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് CBI അന്വേഷണം തള്ളി. അതോടെ ഇനി ഹർജിയുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. എന്തായാലും മഞ്ജുഷയുടെ വക്കീല് ലാൻഡ് റവന്യൂ റിപ്പോർട്ടിൻ്റെ അവരുടെ കണ്ടെത്തലും പോലീസിൻ്റെ റിപ്പോർട്ടും എല്ലാം കൂടെ ആയിരിക്കും നേരെ സുപ്രീം കോടതിയിലേക്ക് കൊടുക്കാൻ പോകുന്നത്. ഇതോടുകൂടി നോക്കുമ്പോൾ തന്നെ സുപ്രീം കോടതിക്ക് ഏതാണ്ട് ഒരു കാര്യം മനസ്സിലാവും, ഇതിൽ കൂടുതലായിട്ടൊരു അന്വേഷണം വേണം, ഇതിലെവിടെയോ ഒരു പ്രതികളെ രക്ഷിക്കാനായിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതോടുകൂടി സുപ്രീം കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞാൽ ഇത് അക്ഷരാർത്ഥത്തിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം ആരോപിക്കുന്നത് പോലെ ഇതൊരു കൊലപാതകമായി മാറുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. CBIയുടെ കൊച്ചി യൂണിറ്റും തിരുവനന്തപുരം യൂണിറ്റും അടക്കം റെഡിയായി നിൽക്കുകയാണ് കോടതിയിൽ നിന്നും ഈ കേസ്, നവീൻ ബാബു കേസ് CBIക്ക് വിട്ടുകൊണ്ട് ഒരു അന്വേഷണം ഉത്തരവ് കേൾക്കാനായിട്ട്. അവരും ഈ കേസ് അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് CBIയും പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ്. ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ്, ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.